Welcome to Learning for All. Learning today, leading tomorrow. നമ്മൾ കൺസെപ്റ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു അല്ലേ? ടേംസും പഠിച്ചു. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. 3 പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. എൻ്റെ ഒപ്പം പറയണേ. ഫസ്റ്റ് വൺ സീറോ പ്രോപ്പർട്ടി, സെക്കൻഡ് വൺ ഓർഡർ പ്രോപ്പർട്ടി, തേർഡ് വൺ യൂണിറ്റ് പ്രോപ്പർട്ടി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓർഡർ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഓർഡർ പ്രോപ്പർട്ടി ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഈ പിക്ചറിലേക്ക് നോക്കിയേ, എത്ര അക്വേറിയം ഉണ്ട് പറഞ്ഞേ? 2 അല്ലേ? ഒരു അക്വേറിയത്തിൽ എത്ര ഫിഷ് ഉണ്ട്? 5. അപ്പോ നമ്പർ ഓഫ് അക്വേറിയം 2 ആണ്. നമ്പർ ഓഫ് ഫിഷസ് ഇൻ ഈച്ച് അക്വേറിയം എത്രയാണ്? 5 ആണ്. അപ്പൊ നമുക്കത് ഇവിടെ എഴുതാം. അപ്പോ നമ്പർ ഓഫ് അക്വേറിയം ഈക്വൽ ടു 2. Number of fishes in each aquarium is 5. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫിഷ് എങ്ങനെ കണ്ടുപിടിക്കാം പറഞ്ഞേ? 2 multiplied by 5 equal to correct 10. 2 times 5 equal to 10. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഫിഷ് in this equal to 15. നെക്സ്റ്റ് നോക്കിയേ, ഇവിടെ എത്ര അക്വേറിയം ഉണ്ട്? 1 2 3 4 5 അല്ലേ? നമ്പർ ഓഫ് അക്വേറിയം ഈസ് 5. അപ്പൊ ടോട്ടൽ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? 5 multiplied by 2 ഈക്വൽ ടു എത്രയാണ്? ഇവിടെ എന്താണ് ഇങ്ങനെ വന്നത്? 5 അക്വേറിയം 2 ഇൻ ഈച്ച് ഫിഷ്. ആൻസർ എന്താണ്? 10 ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ഫസ്റ്റ് ഫാക്ടറും സെക്കൻഡ് ഫാക്ടറും മാറ്റി എഴുതിയാലും, ഓർഡർ മാറ്റി എഴുതിയാലും ആൻസർ സെയിം തന്നെയാണ്. അതായത് ഫാക്ടേഴ്സ് തമ്മിൽ ഓർഡർ ചേഞ്ച് ചെയ്താലും നമുക്ക് ആൻസർ ഈക്വൽ ആയിരിക്കും. അപ്പൊ അതാണ് ഓർഡർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി. ഫാക്ടേഴ്സ് ഇവിടെ 2 multiplied by 5 ചെയ്തപ്പോഴും 5 multiplied by 2 ചെയ്തപ്പോഴും ആൻസർ 10 തന്നെയാണ്. ഇപ്പൊ ഓർഡർ പ്രോപ്പർട്ടി ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഉണ്ടോ? സീറോ പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ എത്ര ഫിഷ് ഉണ്ട്? അക്വേറിയം എത്ര എണ്ണം ഉണ്ട്? 1. ഒരു അക്വേറിയത്തിൽ എത്ര ഫിഷ് ഉണ്ട്? 0 അല്ലേ? അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഫിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 0 അല്ലേ? അപ്പോൾ ഇതാണ് സീറോ പ്രോപ്പർട്ടി. എനി നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 തന്നെയായിരിക്കും. ഇവിടെ ഇനി എത്ര നമ്പർ ഓഫ് അക്വേറിയം ആണെങ്കിലും, ഇപ്പൊ 2 ആണെങ്കിലും 3 ആണെങ്കിലും മൾട്ടിപ്ലൈഡ് ബൈ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ 0 ആണ്. അതാണ് സീറോ പ്രോപ്പർട്ടി. എനി നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 0 ഈസ് 0. ക്ലിയർ ആയോ? സീറോ പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ക്ലിയർ ആയില്ലേ? അപ്പൊ ഹൗ മെനി ഫിഷസ് ആർ ദർ ഇൻ ടോട്ടൽ? 0. ക്ലിയർ? ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോവാം. അപ്പോ ഓർഡർ പ്രോപ്പർട്ടിയും സീറോ പ്രോപ്പർട്ടിയും ക്ലിയർ ആയി. നെക്സ്റ്റ് പ്രോപ്പർട്ടി, when 1 is multiplied to any number, the product is always the number itself. അതായത് ഏത് നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ 1 ആണ്. ഇവിടെ എത്ര അക്വേറിയം ഉണ്ട്? 7 അല്ലെ? നമ്പർ ഓഫ് അക്വേറിയം ഈസ് 7. ഓക്കെ. ഒരു അക്വേറിയത്തിൽ എത്ര ഫിഷ് ഉണ്ട്? ഫിഷ് ഇൻ ഈച്ച് അക്വേറിയം ഈക്വൽ ടു 1. ക്ലിയർ ആയില്ലേ? അപ്പോൾ ടോട്ടൽ നമ്പർ ഈക്വൽ ടു 7 ടൈംസ് 1. 7 ടൈംസ് 1 ഈക്വൽ ടു 7. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എനി നമ്പർ, അത് 6 ആയിക്കോട്ടെ 7 ആയിക്കോട്ടെ 8 ആയിക്കോട്ടെ, എനി നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 1 ഈക്വൽ ടു ദാറ്റ് നമ്പർ ഇറ്റ്സെൽഫ്. അതാണ് നമ്മുടെ യൂണിറ്റ് പ്രോപ്പർട്ടി. അപ്പൊ നമ്മൾ യൂണിറ്റ് പ്രോപ്പർട്ടി ക്ലിയർ ആയി. പ്രോപ്പർട്ടി എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? 3 പ്രോപ്പർട്ടിയും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് നമ്മൾ 3 ഡിജിറ്റ് നമ്പറിനെയും 4 ഡിജിറ്റ് നമ്പറിനെയും 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ക്ലിയർ ആക്കി തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്